നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്. ന്യൂമറോളജിസ്റ്റ്, പ്രോണോളജി, വാസ്തു കൺസൾട്ടേഷൻ, ഫെങ്ഷുയി, ശരനൂൽ ശാസ്ത്രം, ടാരോട്ട്, ഇങ്ങനെയുള്ള ഓക്കൾട്ട് സയൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്നലകളിൽ വരെയും നമ്മൾ ന്യൂമറോളജി അല്ലെങ്കിൽ പ്രോണോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്തിരുന്നത്. അത് ഒട്ടുമിക്കവർക്കും വളരെയേറെ പ്രയോജനം ലഭിക്കുന്നുണ്ട് പഠിക്കുന്നവർക്ക്. നമ്മൾക്ക് അതിനോടൊപ്പം തന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, വാസ്തു സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ സാധിക്കുമോ? വാസ്തുവിൻ്റെയൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. വാസ്തുവിൻ്റെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്താൽ വളരെയേറെ ഗുണം ചെയ്യുന്നതായിട്ടും അനുഭവത്തിലൂടെ കാണുന്നു. പിന്നെ വിശ്വാസമില്ലാത്തവരിതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഇഷ്ടമില്ലാത്തവരെ വീട്ടിൽ കയറ്റിയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ഇറിറ്റേഷനായിരിക്കും എന്നതുപോലെയാണ് വാസ്തുവൊന്നും വിശ്വാസമില്ലാത്തവർ ആ പരിപാടിക്ക് പോവുകയും ചെയ്യരുത്. നമ്മൾക്ക് ഈ പേരും പെരുമയും പ്രശസ്തിയും സാമ്പത്തികമൊക്കെ ലഭിക്കാനായിട്ട് പ്രാർത്ഥന മാത്രം പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പിന്നെ പൊതുവെ പ്രാർത്ഥിക്കാറില്ല. സത്യമായ കാര്യമാണ്. പ്രാർത്ഥിക്കാതെ മറ്റൊരു രീതിയിൽ നന്ദി രേഖപ്പെടുത്തണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മികച്ച ആരോഗ്യത്തിന് നന്ദി. ഇന്നത്തെ പ്രഭാതം കാണുവാൻ സാധിച്ചില്ലേ, അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന ദേവതയോട് നന്ദിയാണ് പറയുക. എന്തിനും ഒരിക്കലും എനിക്ക് അത് തരാമോ ഇത് തരാമോ എന്ന് ചോദിക്കാറില്ല. ഇനി ഒരു അനുഭവം പറയാം. ഒരു 3-4 വർഷം മുൻപ് ഏകദേശം എൻ്റെ സുഹൃത്തിനോടൊപ്പം ദുബൈയിൽ കരാമ എന്ന് പറയും, അവിടെ ഒരു മൊബൈൽ ഷോപ്പിൽ പോയി. എൻ്റെ സുഹൃത്തിന് മൊബൈൽ മേടിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ ആ ഷോപ്പിൽ പോയിട്ടില്ല, സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ചെന്നപ്പം ആ ഷോപ്പ് ഡീലറും എൻ്റെ സുഹൃത്തുമായിട്ട് മുൻപേ പരിചയമുള്ളവരാണ്. കടക്കാരൻ ചോദിച്ചു, ഇതാരാ പുതിയ സുഹൃത്ത്? അദ്ദേഹം എൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. എന്ത് ചെയ്യുന്നു? അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, പുള്ളിക്കാരൻ ന്യൂമറോളജിസ്റ്റാണ്, വാസ്തുവൊക്കെ നോക്കും, ഈ ഫെങ്ഷുവിയുടെയൊക്കെ ആളാണ്. പുള്ളി ചോദിച്ചാൽ, ഓ ഫെങ്ഷുയുടെ ആളാണോ? അതെ. എൻ്റെ പൊന്നെ, പുള്ളി വിളിച്ചതാണ്, കായംകുളംകാരനാണ്. അത് മഹാ തട്ടിപ്പാണ്, അദ്ദേഹം പറഞ്ഞതാണ്, മഹാ തട്ടിപ്പാണ്. ശരി, എന്ത് പറ്റി? ഞാൻ ചോദിച്ചു. ഏകദേശം 1.25 ലക്ഷം രൂപയോളം കൊടുത്ത്, അതായത് ഇവിടുത്തെ 6,000 രൂപ അടുത്ത്, 6,000 ഇല്ല 7,000 ദീർഘത്തോളം കൊടുത്ത് അവിടെ ഫെങ്ഷുയുടെ പല പല ഐറ്റംസ് മേടിച്ച് വെച്ചിരുന്നു. അത് ഏറെ നാളായിട്ടും വർക്കായില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കിതാണ്, എൻ്റെ വാക്കല്ല. അവസാനം